അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ രോഗം മാറ്റിയത് മുഹറം 10-നായിരുന്നു. ധാരാളം സമ്പത്തും സന്താനങ്ങളുമുള്ള പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അങ്ങനെയിരിക്കെ അള്ളാഹു അദ്ദേഹത്തിന്റെ സമ്പത്തിലും സന്താനങ്ങളിലും ശരീരത്തിലും പരീക്ഷണം നടത്തി. സമ്പത്ത് നഷ്ടമായി, സന്താനങ്ങൾ മരണപ്പെട്ടു, ശരീരത്തിന് രോഗം ബാധിച്ചു. സൂറത്തുൽ അംബിയായിലൂടെ അള്ളാഹു പറയുന്നു, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർർ വഅന്ത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബിയെ സ്മരിക്കുക. അയ്യൂബ് നബി റബ്ബിനോട് ദുആ ചെയ്ത സന്ദർഭം, എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണ്. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർർ. അപ്പോൾ അയ്യൂബ് നബിക്ക് നാം ഉത്തരം നൽകി. അങ്ങനെ അദ്ദേഹത്തിന് ബാധിച്ച കഷ്ടപ്പാട് നാം നീക്കിക്കളയുകയും ചെയ്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. അയ്യൂബ് നബിക്ക് നാം അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും അവരോടൊപ്പം അവരുടെ അത്ര വേറെയും നൽകി. റഹ്മതം മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും ഇബാദത്ത് ചെയ്യുന്നവർക്കുള്ള ഒരു സ്മരണയുമായിട്ട്. സൂറത്തു സ്വാദിലൂടെ അല്ലാഹു പറയുന്നു, വദ്കുർ അബ്ദനാ അയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയശ് ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. നമ്മുടെ അടിമ അയ്യൂബിനെ ഓർക്കുക. അയ്യൂബ് നബി റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, തീർച്ചയായും പിശാച് എനിക്ക് അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു. ഉർകുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്. നാം അയ്യൂബിനോട് പറഞ്ഞു, താങ്കളുടെ കാലുകൊണ്ട് താങ്കൾ നിലത്ത് ചവിട്ടുക. ഇതാ കുളിക്കാനുള്ള തണുത്ത വെള്ളവും കുടിക്കാനുള്ള വെള്ളവും. അയ്യൂബ് നബി അലൈഹിസ്സലാം നിലത്ത് ചവിട്ടുകയും തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തു. പൂർണ്ണ ആരോഗ്യവാനാക്കി മാറ്റി. നഷ്ടപ്പെട്ട എല്ലാ പ്രതാപവും അള്ളാഹു തിരികെ നൽകുകയും ചെയ്തു. ഇത് മുഹറം 10-നായിരുന്നു എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു.